നടക്കുന്നു. വരയ്ക്കൽ കടപ്പുറത്തേക്ക് ബീച്ചിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ബലി തർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, എപ്പോഴാണ് ചടങ്ങുകൾ ആരംഭിച്ചത്? എത്രത്തോളം ആളുകളുടെ ഒഴുക്കുണ്ട് അങ്ങോട്ടേക്ക്, വിശ്വാസികളുടെ? ബിനിൽ, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണുള്ളത്. വരക്കൽ ക്ഷേത്രത്തിൽ, വരക്കൽ ബീച്ചിൽ 4 സമിതികളുടെ, ഒന്ന് വരക്കൽ ദേവീക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതോടൊപ്പം തന്നെ വരക്കൽ ബലിതർപ്പണ സമിതി, ഹിന്ദു ഐക്യവേദി, അങ്ങനെ തുടങ്ങി 4 മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത്. ഒരു മണ്ഡപത്തിൽ ശരാശരി 250 മുതൽ 300 പേർ ബലിതർപ്പണത്തിനായി ഒരേ സമയം ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധി ആളുകളാണ് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ നിൽക്കുന്നത്. ഈ കാലാവസ്ഥ നല്ല മഴയാണുള്ളത്, അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. ഇങ്ങോട്ട് ഇറങ്ങുന്നതിനൊക്കെ വലിയ പ്രശ്നം ആളുകൾക്ക് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഈ സമിതികളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ മഴ രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ വലിയ തോതിൽ മഴ നിൽക്കുന്നത് ആളുകൾക്കിടയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പോൾ രാവിലെ വന്നതാണോ? ഞാൻ 1 മണിക്കൂറിലും കൂടുതലായി, 1.5 മണിക്കൂറിലധികമായി ഇവിടെ വന്നിട്ട്. ഇവിടെ 3 സംഘടനകളായിട്ടുള്ളതാണ്. വരക്കൽ ഭഗവതി ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഉണ്ട്, വരക്കൽ ബലിതർപ്പണ വേദി, അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെത്, പിന്നെ ഹിന്ദു ഐക്യവേദി. ഇങ്ങനെ പല 4 ഘട്ടങ്ങളിൽ 4 സ്ഥലങ്ങളിലായിട്ടാണ് ബലിതർപ്പണം നടക്കുന്നത്. അപ്പോൾ ഈ കോരി ചൊരിയുന്ന മഴയിലും ഇവിടെ ആയിരങ്ങൾ തന്നെയാണ് ആളുകൾ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എത്രയോ നേരത്തെ വന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറിലധികമായി വരി നിൽക്കുന്നത്. ഇത് നീങ്ങുന്നില്ല. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പല സ്ഥലങ്ങളിൽ കുറച്ച് പ്രക്ഷുബ്ധമാണ്. അതിൻ്റെ കാലാവസ്ഥേൻ്റെ ഒരു ഇതൊന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിൽ വന്ന ആൾക്കാരുണ്ട്. ദൂരം വഴിക്ക് വന്നതൊക്കെ, പിന്നെ ഈ റോഡ് ബ്ലോക്ക് ആകുന്നതും ഒക്കെ നേരം വഴിക്കുണ്ട്. ഓരോ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ തന്നെ കിട്ടിയാലായി, ഇതിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും സാധാരണ ബലിതർപ്പണത്തിന് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ വരുന്നത്. വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി, 30 വർഷത്തിലധികങ്ങളായി. മറ്റു സമയത്ത് അതാണ് ബിനിൽ, ആളുകൾ മണിക്കൂറുകളോളമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. എന്തായാലും ഇവിടെ 4 സ്ഥലങ്ങളിൽ 4 സമിതികളിലായി ഒരേ സമയം 1200ഓളം പേരാണ് ബലിതർപ്പണം നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പുറകിൽ കാണാം, ഇവിടെ കടൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി മുങ്ങി നിവർന്ന് ബലിതർപ്പണം നടത്തി മുങ്ങി നിവരുന്നതിനുള്ളൊരു പ്രതിസന്ധിയുണ്ട്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിന്റെ സംഘാടകരും ഒരുക്കിയിട്ടുണ്ട്. ബിനിൽ, പ്രസാദ്, ഈ മഴ ഒരു പ്രതിസന്ധി ആവുന്നുണ്ടോ? നല്ല മഴയത്ത് നിന്നിട്ടാണ് അവരെല്ലാവരും ആ ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. തീർച്ചയായും മഴയുടെ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ വരക്കലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇവിടെ കടലിലെ തീരത്താണ് ബലിതർപ്പണങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം ബലിതർപ്പണം നടത്തി മുങ്ങി നിവരുക എന്നുള്ളത് ഈ ചടങ്ങിന്റെ ആചാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ആളുകൾ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി കടൽ തീരത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബലിതർപ്പണത്തിന്റെ ഇലയിൽ അവിടേക്ക് എറിഞ്ഞ് പക്ഷെ മുങ്ങി നിവരുന്നതിനുള്ള ഒരു പ്രശ്നം ഈ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടം കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് മാത്രമാണുള്ളത്. സാധാരണഗതിയിൽ ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച ആൾ പറയുന്നത് പോലെ വർഷങ്ങളായി നടത്തുന്നതാണ് ഇവിടെ ബലിതർപ്പണം. കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ കേന്ദ്രമാണ്. ഇവിടെ ഇതിന്റെ സംഘാടകരിൽപ്പെട്ട ഒരാൾ കൂടിയുണ്ട്. രാവിലെ മുതൽ വലിയ തിരക്കാണല്ലേ? രാവിലെ തിരക്കാണ്, രാവിലെ നല്ല തിരക്കാണ്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഈ മഴ ചെയ്തുള്ളതുകൊണ്ട് കടൽ വളരെ പ്രക്ഷുബ്ധമായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നതിനൊരു ഇല്ല, കടലിൽ ഇറങ്ങുന്നതിന് വളരെ ശ്രദ്ധിച്ചിട്ട് ആരും കുളിക്കുന്നില്ല കടലിൽ. എല്ലാവരോടും കുളിച്ച് വന്നോളാൻ പറയാ. അപ്പോൾ തോർത്തുകൊടുത്ത് കർമ്മം ചെയ്യാം. ഇവിടെ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റിക്കാരുണ്ട് താനും, അവർ നോക്കുന്നുണ്ട്. അതാണ് പിന്നിൽ. കാരണം കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു അപകട സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതോടുകൂടിയാണ് കുളിച്ച് വന്നതിന് ശേഷം മാത്രമേ ഈ ചടങ്ങുകളിൽ ഇവിടേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുന്ന അവിടെ കുളിക്കുന്നതിന്, അതായത് പുഴയിൽ കുളിക്കുന്നതിനും അല്ലെങ്കിൽ എവിടെയാണോ ക്രമീകരിച്ചത് അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ അത് ചെയ്തിട്ട് വരണം എന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകളാണ് 4 സമിതികളിലായി, ക്ഷേത്ര സമിതികൾ, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതോടൊപ്പം തന്നെ വരക്കൽ ദുർഗാക്ഷേത്രം, വരക്കൽ ബലിതർപ്പണ സമിതി, ഹിന്ദു ഐക്യവേദി, അങ്ങനെ 4 ഇടങ്ങളിലായി ഒരേ സമയം 1200-ലേറെ ആളുകളാണ് ബലിതർപ്പണം നടത്തുന്നത്. ഓക്കെ, ശരി. അപ്പോൾ 1000-ലേറെ ആളുകൾ വരക്കൽ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോടനുബന്ധിച്ച് വരക്കൽ ബീച്ചിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ബലിതർപ്പണ വേദിയിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ബലിതർപ്പണ, പിതൃക്കളുടെ പുണ്യസ്മരണ തേടിക്കൊണ്ടുള്ള ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.